ചിത്രകലാശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യ ശരീരം വരക്കുന്നതിനാവശ്യമായ പല പല മെത്തേഡുകളും പഴയകാലത്തെ ഒരുപാട് കലാകാരന്മാർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ അളവുകളും അനുപാതങ്ങളും ബേസ് ചെയ്തുകൊണ്ടുള്ള ആൻഡ്രൂ ലൂമിസിൻ്റെ ലൂമിസ് മെത്തേഡും റിതം ലൈനുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫ്രാങ്ക് റൈലിയുടെ റൈലിസ് മെത്തേഡും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡുകളും മനസ്സിലാക്കി അവ കമ്പൈൻ ചെയ്തുകൊണ്ട് എങ്ങനെ മനോഹരമായ മനുഷ്യരൂപങ്ങൾ വരക്കാം എന്നാണ് നാം പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ലൂമിസ് മെത്തേഡിലെ അളവുകളും അനുപാതങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിൻ്റെ അളവുകളും അനുപാതങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ മനുഷ്യരൂപങ്ങൾ കൃത്യതയോടും ഭംഗിയോടും കൂടി വരയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. വ്യത്യസ്ത വലുപ്പത്തിലുള്ള മീഡിയങ്ങളിൽ വലുതാക്കിയോ ചെറുതാക്കിയോ രൂപങ്ങൾ വരയ്ക്കേണ്ടി വരുന്നതിനാൽ അനുപാതങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. മനുഷ്യ ശരീരത്തിൽ തലയുടെ വലിപ്പം ഒരു യൂണിറ്റായി കണക്കാക്കിക്കൊണ്ട്, അതായത് മൂർധാവ് തൊട്ട് താടിയുടെ അടിവശം വരെയുള്ള ആ ഒരു നീളം ഒരു യൂണിറ്റായി കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ ഇത്ര മടങ്ങ് എന്ന രീതിയിൽ ശരീരത്തിൻ്റെ മറ്റവയവങ്ങളും ശരീരം മൊത്തമായും താരതമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്തെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ശരാശരി അളവ് 7.5 ഹെഡ് അഥവാ അവൻ്റെ തലയുടെ 7.5 മടങ്ങായിരിക്കും. മനുഷ്യൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഈ പ്രൊപ്പോർഷനിൽ വ്യത്യാസമുണ്ട്. 1 വയസ്സായ ഒരു കുട്ടിയുടെ ശരീരം തലയുടെ 4 മടങ്ങ് വലുപ്പമുണ്ടായിരിക്കും, അതായത് 4 ഹെഡ് ആയിരിക്കും. 3 വയസ്സാകുന്നതോടെ ഇത് 5 ഹെഡും 5 വയസ്സാകുന്നതോടെ 6 ഹെഡും 10 വയസ്സാകുന്നതോടെ 7 ഹെഡുമായി മാറുന്നു. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരം അവൻ്റെ തലയുടെ 7.5 മുതൽ 8 മടങ്ങ് വരെ വലുപ്പമുണ്ടായിരിക്കും, അതായത് 7.5 ഹെഡ് മുതൽ 8 ഹെഡ് വരെ. അതുകൂടാതെ ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങൾ, ശരീരം വളരുന്നതിനനുസരിച്ച് തലയുടെ വളർച്ച വളരെ ചെറിയ തോതിൽ മാത്രമാണ്. 1 വയസ്സായ ഒരു കുട്ടി പ്രായപൂർത്തിയാക്കുന്നതിനിടയിൽ അവൻ്റെ തല ഏകദേശം 3 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ മാത്രമേ വളരുന്നുള്ളൂ. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മുകൾ ഭാഗം, ടോർസോ, വളരുന്നതിൻ്റെ ഇരട്ടി വേഗത്തിലാണ് കാലുകൾ വളരുന്നത്. ഇന്നത്തെ കാലത്തെ ഒരു മനുഷ്യൻ്റെ ശരാശരി ഉയരം 5.5 അടിയോ അതിലൽപ്പം കൂടുതലോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ 7.5 ഹെഡ്, തലയുടെ 7.5 മടങ്ങായിരിക്കും ഒരു ശരാശരി മനുഷ്യൻ്റെ പ്രൊപ്പോർഷൻ. വലുപ്പം കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ വ്യത്യാസം വരുന്നു. ഉയരം കുറഞ്ഞ ആളാണെങ്കിൽ 7 ഹെഡോ അതിൽ താഴെയോ ആയിരിക്കും. അതുപോലെ തന്നെ 6 അടിയോ അതിൽ കൂടുതലോ ഉള്ള വലിയ മനുഷ്യനാണെങ്കിൽ 8 ഹെഡോ അതിൽ കൂടുതലോ ആയിരിക്കും തലയുമായിട്ടുള്ള പ്രൊപ്പോർഷൻ. ശരാശരി ശരീരത്തിൻ്റെ അനുപാതം 7.5 മടങ്ങ് അഥവാ 7.5 ഹെഡ് ആണെങ്കിലും മിക്കവാറും കലാകാരന്മാരും പ്രിഫർ ചെയ്യുന്നത് 8 ഹെഡ് മെത്തേഡാണ്. കാരണം ഈ ഒരു മെഷർമെൻറ്റ് സ്വീകരിക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള വടിവത്ത ശരീരം വരയ്ക്കുവാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിൻ്റെ അളവുകളും ലാൻഡ്മാർക്കുകളും മറ്റും ഓർമ്മിക്കുവാൻ വളരെ എളുപ്പമാണ്. ഇനി വളരെ പണ്ടുകാലത്തെ വീര ഇതിഹാസ പുരുഷന്മാർ വളരെ അജാനുബാഹുക്കളായിരുന്നു എന്നാണ് വെപ്പ്. അപ്പോൾ ഇതുപോലെയുള്ള വീര ഇതിഹാസ പുരുഷന്മാരെയും ദൈവങ്ങളെയും ഒക്കെ വരക്കുന്ന സമയത്ത് തലയുടെ 8.5 മടങ്ങോ 9 മടങ്ങോ വരെ വലുപ്പത്തിൽ ശരീരം വരയ്ക്കാറുണ്ട്. ഇനി നമുക്ക് ഒരു 8 ഹെഡ് മെഷർമെൻറ്റ് സിസ്റ്റം അനുസരിച്ച് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അളവുകളും അനുപാതങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. 8 ഹെഡ് മെഷർമെൻ്റ് അനുസരിച്ചുള്ള ഒരു മെയിൽ ഫിഗറാണിത്. ഇതിൽ തലയുടെ വലിപ്പം ഒരു യൂണിറ്റായി എടുത്തുകൊണ്ട് ശരീരം അതിൻ്റെ 8 മടങ്ങ്
വലുപ്പത്തിലാണ് എന്ന അളവിലാണ് മെഷർമെൻറ്റ് സിസ്റ്റം. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യത്തെ യൂണിറ്റ് തല തന്നെയാണ്. ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും 1/3 യൂണിറ്റ് താഴെയായി ഷോൾഡർ വരുന്നു. സെക്കൻഡ് യൂണിറ്റിൽ നിപ്പിൾസ് വരുന്നു. തേർഡ് യൂണിറ്റിൽ നാഭി നാവൽസ് വരുന്നു. തേർഡ് യൂണിറ്റിൽ നിന്നും 1/3 യൂണിറ്റ് താഴെയായി ഹിപ്സ് ഇടുപ്പ് വരുന്നു. ഫോർത്ത് യൂണിറ്റ് ശരീരത്തിൻ്റെ മധ്യഭാഗം തന്നെയാണ്. ഇത് തന്നെയാണ് ക്രോച്ച് ഏരിയയും. ഫോർത്ത് യൂണിറ്റിൽ നിന്നും 1/3 യൂണിറ്റ് താഴെയായിട്ട് ബട്ടക്സിൻ്റെ അടിവശം വരുന്നു. സിക്സ്ത് യൂണിറ്റ് മുട്ടിൻ്റെ അടിവശം വരുന്നു. അവസാനത്തെ 2 യൂണിറ്റുകളിലായി കണങ്കാലുകളും കാൽപ്പത്തിയും വരുന്നു. ഇതിൽ 1/3 യൂണിറ്റ് കാൽപ്പത്തിയാണ്. വശങ്ങളിൽ നിന്നുള്ള വീക്ഷണത്തിൽ ശരീരത്തിൻ്റെ മധ്യഭാഗത്തു കൂടി ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പിറകുവശത്തായിട്ടായിരിക്കും കാവ്സ് കണങ്കാലുകൾ വരുന്നത്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഏറ്റവും പിറകിലോട്ട് തള്ളി നിൽക്കുന്ന ഭാഗം ബട്ടക്സ് അല്ല, കാവ്സ് കണങ്കാലുകളാണ്. ശരീരത്തിൻ്റെ ഏറ്റവും വീതി കൂടിയ ഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന അളവ് 2 and 1/3 യൂണിറ്റ് ആണ്. അതുപോലെ നാഭിയിൽ നിന്നും നിപ്പിളിൽ കൂടി ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് ഷോൾഡർ ബോണിൽ കൂടിയായിരിക്കും പോകുന്നത്. ഫീമെയിൽ ഫിഗറിൻ്റെ അളവും മെയിൽ ഫിഗറിൻ്റെ അളവിൽ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഒരു യൂണിറ്റ് ഹെഡ് തന്നെയാണ് വരുന്നത്. അതിന് 1/3 യൂണിറ്റ് താഴെയായിട്ടാണ് ഷോൾഡർ വരുന്നത്. എന്നാൽ നിപ്പിൾസ് വരുന്നത് സെക്കൻഡ് യൂണിറ്റിൽ നിന്നും 1/6 യൂണിറ്റ് താഴെയായിട്ടാണ്. സെക്കൻഡ് യൂണിറ്റിൽ നിന്നും 1/3 യൂണിറ്റ് താഴെയായിട്ടാണ് ബ്രസ്റ്റിൻ്റെ അടിവശം വരുന്നത്. തേർഡ് യൂണിറ്റിൽ വേസ്റ്റ് വരുന്നു. തേർഡ് യൂണിറ്റിൽ നിന്നും 1/6 യൂണിറ്റ് താഴെയായിട്ട് നേവൽസ് നാഭി വരുന്നു. ഫോർത്ത് യൂണിറ്റ് ശരീരത്തിൻ്റെ മധ്യഭാഗം തന്നെയാണ്. പക്ഷേ ക്രോച്ച് ഏരിയ വരുന്നത് ഫോർത്ത് യൂണിറ്റിൽ നിന്നും 1/3 യൂണിറ്റ് താഴെയായിട്ടാണ്. സിക്സ്ത് യൂണിറ്റിൽ മുട്ടിൻ്റെ അടിവശം വരുന്നു. അതുപോലെ അവസാനത്തെ 2 യൂണിറ്റുകൾ ലോവർ ലെഗ്സും പാദങ്ങളുമാണ്. അതിൽ 1/3 യൂണിറ്റ് പാദം വരുന്നു. ശരീരത്തിൻ്റെ ഏറ്റവും വീതി കൂടിയ ഭാഗം 2 ഹെഡ്സ് അല്ലെങ്കിൽ 2 യൂണിറ്റാണ്. ഷോൾഡറിൻ്റെ ഭാഗത്ത് ഉള്ള വീതി 2 ഹെഡ്സ് 2 യൂണിറ്റ്സ് ആണ്. ഈ 8 ഹെഡ് മെഷർമെൻറ്റ് സിസ്റ്റത്തിലുള്ള മെയിൽ ഫിഗറും ഫീമെയിൽ ഫിഗറും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് നീളം കുറവായിരിക്കും. പുരുഷന്മാരുടെ തല ഏകദേശം 9 ഇഞ്ച് വലുപ്പമുണ്ടെങ്കിൽ സ്ത്രീകളുടെ തലയ്ക്ക് 8.25 ഇഞ്ച് മാത്രമേ വലുപ്പം വരികയുള്ളൂ. അതുപോലെ തന്നെ പുരുഷന്മാരുടെ നീളത്തിൻ്റെ പകുതി ഭാഗം കാലുകൾക്കാണെങ്കിൽ സ്ത്രീകളുടെ കാലുകൾക്ക് അല്പം നീളം കുറവാണ്. പുരുഷന്മാരുടെ ശരീരത്തിൻ്റെ ഏറ്റവും വീതി കൂടിയ ഭാഗം ഷോൾഡർ 2 ഹെഡും 1/3 ഹെഡുമാണെങ്കിൽ സ്ത്രീകളുടേത് 2 ഹെഡ് മാത്രമാണ്. നിപ്പിൾ, നേവൽ, ക്രോച്ച് എന്നിവയെല്ലാം പുരുഷന്മാരിൽ 2 ഹെഡ് 3 ഹെഡ് 4 ഹെഡ് എന്നീ യൂണിറ്റുകളിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അല്പം താഴെയായിട്ടാണ് വരുന്നത്. സ്ത്രീകൾക്ക് അരക്കെട്ടിൻ്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് 1 ഹെഡ് വീതിയാണെങ്കിൽ പുരുഷന്മാർക്ക് അല്പം കൂടുതലായിരിക്കും. പുരുഷന്മാരിൽ അരക്കെട്ടിൻ്റെ ഏറ്റവും വീതി കൂടിയ ഭാഗം ആംപിറ്റിന്, അതായത് കക്ഷത്തിന് നേരെ താഴെയായിട്ട് വരുമെങ്കിൽ സ്ത്രീകളിൽ അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കും. സ്ത്രീകളിൽ കൈകൾ തൂക്കിയിടുകയാണെങ്കിൽ മണികണ്ഠം ക്രോച്ച് ഏരിയയ്ക്ക് സമാനമായി വരും. എന്നാൽ പുരുഷന്മാരിൽ അല്പം താഴെയായിട്ടായിരിക്കും വരുന്നത്. പുരുഷന്മാരിൽ കൈമുട്ട് വരുന്നത് നാഭിക്ക് നേരെയായിരിക്കും. എന്നാൽ സ്ത്രീകളിൽ നാഭിക്ക് അല്പം മുകളിലായിട്ടായിരിക്കും കൈമുട്ടിൻ്റെ ലെവൽ വരുന്നത്.